അങ്ങനെ ഒരു യൂട്യൂബ് ബ്ലോഗർ സൗത്ത് ഇന്ത്യയിൽ അവൻ മാത്രമായിരുന്നു. ആ ഒരു വാക്ക് മാത്രമേ അറിയൂ പേടിക്കുന്നത്. വാട്ട് ഈസ് കൊനിഷിവ? പ്രാക്ടീസ് മോഡാണ്. ദിസ് ഇസ് സുബിൻ ഫ്രം ടീം സുബിനോളജി. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണല്ലോ കാണിക്കാറുള്ളൂ. അപ്പോൾ ചില വ്യത്യസ്ത ഇൻ്റർനാഷണൽ ക്യൂസീനൊക്കെ നമുക്ക് എന്തുകൊണ്ട് യൂട്യൂബിൽ കാണിച്ചുകൂടാ എന്ന് വിചാരിച്ച് നമ്മുടെ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വിത്ത് ഹിസ് വൈഫ് ബാക്കിൻ്റെ യാസിർ. അപ്പോൾ നമ്മൾ എന്താണ് നല്ല പെക്കിംഗ് ഡക്ക് ഇൻ്റർനാഷണൽ സിറ്റിയിൽ ഒരു കാലത്ത് വൈറലായിരുന്നു ഈ വീഡിയോ, പല ബ്ലോഗേഴ്സിനെ കുറിച്ച് ചെയ്യുന്നു. അവിടെ കഴിക്കാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എൻട്രൻസ് എവിടെയാണ് നമ്മൾ 10-20 മിനിറ്റായി എൻട്രൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ പുള്ളിയുടെ അടുത്ത് നമ്മൾ ജീവിച്ച പുള്ളിയുടെ വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല തീർച്ചയായിട്ടും കാരണം നൊമാഡി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റി ഷെയ്ഡ്സും വെച്ചിട്ട് പുള്ളി വീഡിയോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിന്നൊരു എക്സ്ട്രാ ഷെയ്ഡും കൂടി കൊണ്ട് പുള്ളിയോട് പിടിച്ചേക്കണമെങ്കിൽ ഒരു ഷെയ്ഡും കൂടി ഞാനൊരു എക്സ്ട്രാ ഷെയ്ഡ് കൊണ്ട് പുള്ളിയോട് പിടിച്ചേക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷെയ്ഡൊക്കെ കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഫസ്റ്റ് എൻട്രൻസ് കണ്ടുപിടിക്കാം. എൻട്രൻസ് കണ്ടുപിടിച്ചു. ഇവിടെ പിന്നെ എൻട്രൻസ് പുറത്ത് കാണുമ്പോൾ എൻട്രൻസ് പോലെ ഇല്ല. वहाँ बीजिंग में है वही लोगों का है इंग्लिश हिंदी तमिल okay this place same Beijing people same brand 5-story restaurant near to 10 years this shop 10 years real chef oh ഫസ ദേ നമ്മുടെ സ്വന്തം ഫസ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇല്ല நம்ம boss அங்க வேலை பண்ணி அவட்ட எங்க பெய்ஜிங்கா? இல்ல நம்ம ஹோட்டல்ல இது பெய்ஜிங்கா? இல்ல இது இங்க துபாய். இது இங்க துபாயில ഓ 5-star ഹോട്ടൽ. അங்கே ഇവരുടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സോ ദ ഷെഫ് ഇവിടെ ജോലി ചെയ്യുന്ന ഷെഫിന്റെ ഹോട്ടലിൽ ഫസ വിസിറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് എപ്പോഴും ഇങ്ങനെ തംസപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇല്ല നമുക്ക് കൊടുക്കാം, നമ്മൾ കൊടുക്കും. നമുക്ക് തുടങ്ങാം. ഇതിന്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് പെക്കിംഗ്? ഇത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചു പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ ചെയ്തിട്ടില്ല. ഹായ് നിഹ. നിഹ ആ ഒരു വാക്ക് മാത്രമേ അറിയൂ പേടിക്കുന്ന. ചൈനയിൽ നമ്മളിങ്ങനെ ഹായ് എന്ന് പറയൂലേ, നിഹ. കോനി വാട്ട് ഈസ് കോനിഷിവ? ആ തെറ്റിപ്പോയി, ജാപ്പനീസ് ആണ്. പിടിക്കാം. സോ യു നോ ഇംഗ്ലീഷ്? Great. So usually tea is one of the cultures of China. നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫസ്റ്റ് തരാൻ ടീ ആണ്. ജാസ് all flavors, lots of flavors. Oolong tea ഉണ്ടോ? Oolong tea. What is oolong tea? Oolong tea, oolong. എനിക്കും അറിയില്ല. അറിയുന്നവരെന്തായാലും കമന്റ് ചെയ്തോളൂ, അറിയാത്തവര് മിണ്ടാതിരുന്നോളൂ. അല്ലേ അറിയാത്തവർ മിണ്ടാതിരുന്നോളൂ, വെറുതെ കമന്റ് ആയിട്ട് വരണ്ട. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഓൾവേസ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ലൈക്ക് ഓൾവേസ് ദ കൾച്ചർ ഓവർ ദർ. ഒയ്യോ കമോൺ. 12 വർഷമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. സോ ഇറ്റ് ലുക്സ് ഓൾഡ് അല്ലേ? സിറ്റിയിൽ ചൈന ക്ലസ്റ്ററിലാണ് ഇതുള്ളത്. ഇനി അടുത്ത കമന്റ് എന്താ വരാൻ പോകുന്ന അറിയോ? ഇതേതാ ഈ രണ്ട് സുനാക്കന്മാര് കണ്ണടയൊക്കെ ഇവരൊക്കെ ആരാ? നമ്മുടെ മലയാളിസം. പെക്കിംഗ് ഡക്കിന് ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഡിഡ് ബി ഓർഡർ? ഇത് എന്തോ ഇത് വെറുതെ യെസ് വെരി ലൈറ്റ് മൈൽഡ് ഫ്ലേവർ. കൂടി തുടങ്ങിയില്ല, അതിന് മുന്നേ വയറിനൊക്കെ സുഖം കിട്ടി. എന്തേ മോനെ വേണ്ട.
എന്തുകൊണ്ടാണ് ഈ സുബിനോളജി എന്നൊരു പേരിടാൻ കാര്യം? സുബിനോളജി, സുബിൻ ഇട്ടാ പോരായിരുന്നു? സുബിനോളജി എന്ന് വരാൻ കാരണം ഭക്ഷണത്തെ കുറിച്ച് കുറച്ച് അറിവുള്ളവൻ എന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ആ പേര് സുബിനോളജി. വൈഫാണ് സജസ്റ്റ് ചെയ്തത്. അമ്മയുടെ ആക്ച്വലി പേര് വന്നതൊന്നുമല്ല, ഞാൻ ഒന്നിനും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാറില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ ഭക്ഷണത്തെ കുറച്ച് നാൾ മാത്രം നിൽക്കുന്നതാണോ? അങ്ങനല്ല, അല്ല, വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരോട് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അതില് ഒരു എന്താ പറയുന്ന ഒരു ഇപ്പൊ നിലവിൽ UAE ടോപ്പ് ബ്ലോഗർ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും കാണിക്കാൻ നമ്മുടെ അടുത്ത് ബ്രോ നമുക്ക് ചെയ്യാം, നമുക്ക് കൊളാബ് ചെയ്യാം, വൈ നോട്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. വൈ നോട്ട് എന്നാണ് പറഞ്ഞത്. സീരിയസ്ലി ഞാൻ അത്രയും സൺ മനസ്സുള്ളവരാണ്. അല്ല, ലുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനും സീറോയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് അത് ഞാൻ തുടങ്ങാൻ കാരണം തന്നെ മറ്റുള്ളവർ എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. മറ്റുള്ളവർ റിപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു, ഇപ്പൊ എന്നോട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ബിക്കോസ് പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു 5K ഫോളോവർ ആയി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇൻഫ്ലുവൻസർ ആണ്. മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി കൊളാബ് ചെയ്യാന്ന് പറഞ്ഞു. പറയുന്നത് 200 രൂപ. ആ മെസ്സേജ് ഞാൻ കണ്ടു. എനിക്കത് അയച്ചതല്ല, 200 ദിർഹംസ് കൊടുത്താൽ അദ്ദേഹം വരാന്നുള്ളത്. എത്ര ഫോളോവേഴ്സ് ആണ്? ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നേ 200 രൂപ കൊടുക്കാനില്ല, എന്നാ വിട്ടേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ വരുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾ കാണേണ്ടത് ഒരു ഹാപ്പി പ്ലേസ് ആയിട്ടാണ്. എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കുക കുറേ കാര്യങ്ങൾ, അങ്ങനെ ആയിട്ടാണ് കാണുന്നത്. അതിനുശേഷം വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രൊമോഷൻസ് കാര്യം ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടും എത്തിക്കലി ആയിട്ട് മാക്സിമം ചെയ്യാമെന്ന് ശ്രമിക്കുക. ആ ആൾക്കാർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. മറ്റേ ആൾക്കാരൊക്കെ ഞാൻ പറയാം ആൾക്കാർ മറക്കാൻ തുടങ്ങും. എപ്പോഴും മൈൻഡിൽ വെച്ചു. ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെയായിട്ടാണ് ഓർക്കേണ്ടത്, ആൾക്കാരെ നിങ്ങൾ എങ്ങനെയായിട്ടാണ് നിങ്ങളെ. അതുപോലെ സുബിനോളജി ഇപ്പം വന്നിട്ട് എത്ര നാളായി? ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്ര നാളായി? 5 years. 5 years. സുബിനോളജി ആൾക്കാർ ഓർക്കണമെങ്കിൽ ആ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇതുവരെ ഇതുവരെ 1 ഇഞ്ച് നമ്മൾ അങ്ങോട്ട് മാറി. നമ്മൾ എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റിപ്ലൈ ചെയ്യും. കൊണ്ട് പൊക്കി പറയുന്നതല്ല. ആൾക്കാർ വിചാരിക്കുമോ അവനെന്തോടെ അവനെ പൊക്കി പറയുന്നതെന്ന് നെവർ മൈൻഡാണ്. നമ്മൾ ഉള്ളത് അതുപോലെ ഷൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ മിക്കവാറും ഇവര് വന്നിട്ട് ഒരു ബില്ല് എഴുതി തരും. എന്തിന് വെറുതെ ഇരുന്നേ ഓർഡർ ചെയ്യാം നമുക്ക്. പ്രാക്ടീസ്. നമ്മുടെ ക്യാമറമാൻ ഇന്നത്തെ പേര് ഗസൽ. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളല്ലേ? ഖാലിദ് അമീരി, അങ്ങനെ കുറെ സെലിബ്രിറ്റീസ്, വലിയ വലിയ സെലിബ്രിറ്റീസ്. എനിക്കാ അങ്ങനെ? അയ്യോ ഒരിക്കലും ഇല്ല. അങ്ങനെ ഭയങ്കര സെലിബ്രിറ്റി ഇവിടെ എല്ലാവർക്കും ഇർഫാനെ അറിയാവുന്നൊക്കെ. ഇർഫാൻ ഷൂ എന്താ അറിയാതെ? ഇർഫാൻ ഷൂ ഇസ് എൻ ഇമോഷൻ ഫോർ എസ്പെഷ്യലി തമിഴ്നാട്ടുകാർക്കും കേരളയിലെ ഭക്ഷണ പ്രേമികൾക്ക്, ഫുഡ് പ്രേമികൾക്ക് എന്തായാലും ഇർഫാൻ ഒരിക്കലും അറിയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ഒരു യൂട്യൂബ് ബ്ലോഗർ സൗത്ത് ഇന്ത്യയിൽ അവൻ മാത്രമായിരുന്നു. ഇപ്പൊ ഞാൻ തോന്നുന്നു എപ്പോഴും ഫുഡ് ബ്ലോഗിംഗ് ആയിട്ട് ഒരു യൂട്യൂബായിട്ട് ആരും ചെയ്യുന്നില്ല. പോർട്രേറ്റ് മൂഡ് വന്നപ്പോഴാണ് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അവൻ ലാൻഡ്സ്കേപ്പ് ഇപ്പോഴും 2K to 4K ഔട്ടിറക്കുന്ന ഏക വ്യക്തി ഇപ്പോഴും എല്ലാ ദിവസവും അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ട വീഡിയോസ് ഒക്കെ അവരുടെയാണ്. ഖാലിദ് അമീരി, ഇർഫാൻസ് വ്യൂ, ഫുഡ് റേഞ്ചർ, മൈഗ്രേഷൻ നോളജി. അപ്പോൾ ഇവരുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ഇറ്റ്സ് ഓൾ റോ മോസ്റ്റ്ലി. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അവിടെ നിന്ന് നമുക്ക് ആ ഇത് കിട്ടുന്നത്, ആ ഒരു റോനെസ് എപ്പോഴും കീപ്പ് ചെയ്യാന്നുള്ളതാണ് എനിക്കെപ്പോഴും. സോ വാട്ട് എവർ ദ റിയാക്ഷൻ മൈറ്റ് ബി, ഇറ്റ്സ് ദെയർ. ഫുഡ് അങ്ങനെയാണോ? പറ്റിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊക്കെ പോയി കഴിച്ചിട്ട് വരില്ലേ ഇവൻ എന്ത് തേങ്ങയാണ്, ഇയാൾ എന്ത് തേങ്ങയാണ് ഇട്ടത്, ഇതിന് മാത്രമൊന്നും ഇല്ലല്ലോ എന്ന് പറയില്ലേ? അല്ല, നമ്മുടെ മലയാളികൾ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാനൊന്നും പറ്റില്ല. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മലയാളികൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആവറേജ് ടേസ്റ്റ് എന്ന് വെച്ചാൽ മലയാളികൾക്ക് ടേസ്റ്റ് ബഡ്സ് ഇസ് വെരി ഗുഡ്. ആക്ച്വലി ഇത് കഴിക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതെന്താണ് ടേസ്റ്റ്? സോ ദിസ് ഈസ് ജസ്റ്റ് ദ സ്കിൻ. ഈ പെക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മേക്കിംഗ് പ്രോസസ്സിനാണ് പെക്കിംഗ്. ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഡക്കിനെ റോസ്റ്റ് ചെയ്ത് ഇത് ഞങ്ങൾ ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം. അത് പഞ്ചസാരയിൽ ആ സ്കിൻ കഴിക്കും. അറിയത്തില്ല, 13th സെഞ്ചുറിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. 13th സെഞ്ചുറി. 14th സെഞ്ചുറിയിലാണ് ഇത് ബീജിംഗിലേക്ക് ശരിക്കും പറഞ്ഞാൽ വന്നത്. പക്ഷേ ഷാങ്കായിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 13th സെഞ്ചുറി. 14th century, 1437 or something, it started in Beijing.
പക്ഷെ ബെയ്ജിങ്ങിലാണ് ഇത് ഒരു വ്യാപകമായിട്ടൊരു കമേഴ്ഷ്യൽ രീതിയിലാക്കി മാറ്റിയത്. ഈ ഒരു ഡിഷ് ദുബായിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്, നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അവിടെ ആ ഫോട്ടോ അവിടെ ഉണ്ട്. പുള്ളി 5 സ്റ്റാറിൽ സെർവ് ചെയ്ത ഡിഷാണ് പുള്ളി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പലവരും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഫേമസ് ബ്ലോഗേഴ്സും ഇവിടെ വന്നിട്ട് ഇതിന്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പാടാണ് കേട്ടോ ഇതൊക്കെ എടുക്കാൻ, കഷ്ടപ്പാടാണ്. ഇതൊക്കെ കഷ്ടപ്പാടാണ്. നമ്മളിതാ ഒരു സ്കിൻ എടുത്ത് ഇങ്ങനെ എങ്ങനെയുണ്ട്? ഇതിന്റെ ഒരു വേറൊരു കഥയും കൂടെ ഉണ്ട്. എന്താ അറിയോ, ഇത് കഴിക്കുന്നതും സീസൺ ഉണ്ട്. സമ്മറിന് ഇത് കഴിക്കാറില്ല ചൈനക്കാര്. They don't have this in summer. Winter is the best season, but spring ആണ് ഏറ്റവും നല്ലൊരു ഹെൽത്തി സീസൺ എന്നാണ് മെഡിസിനൽ വാല്യൂസ് ചൈനയിൽ പറയുന്നത്. സോ ഇത് വിന്ററിന് എന്താവും, ഞങ്ങളുടെ ശരീരം എന്താവും വിന്ററിന്? ഞങ്ങൾ പെട്ടെന്ന് വണ്ണം വയ്ക്കില്ലേ? പെട്ടെന്ന് വണ്ണം വയ്ക്കും. സോ ഈ വിന്ററിന് ഇത് ഭയങ്കര തടി ഡക്ക് തടി വയ്ക്കും, ഭയങ്കര ടെൻഡർ ആവും, സോഫ്റ്റും ആവും, ഭയങ്കര സോഫ്റ്റ് ആവും. സോ നല്ല തണുപ്പത്തൊക്കെ ഈ നല്ല ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇതൊരു കിടില. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ സാധനം കഴിക്കുന്നത്. അപ്പൊ നമ്മളാണ് ഇപ്പൊ ഉള്ളത് വിന്ററിലാണ്. ദുബായിയുടെ വിന്ററിലാണ് ഇപ്പൊ നമ്മളുള്ളത്. എല്ലാരും കാത്തിരിക്കാണ്, കഴിച്ചോട്ടെ എല്ലാരും. Come on. ക്രിസ്പി ആണ് കേട്ടോ. Yes. That's the best part of this outer skin ആണ്. ഇതെന്താ എല്ലാരും ട്രൈ ചെയ്യണം. സർ ഇത് കഴിച്ചില്ല, ഇത് ആകെ സ്കിന്ന് വന്നിട്ടുള്ളൂ. ഇനി ഡക്ക് വരട്ടെ, അതിന്റെ പാൻ കേക്ക് ഒക്കെ വരണം. Yes, the duck is here and the fried shrimps is here. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചൈനയിലെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കോമൺ ആയിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് എല്ലാം അവിടെ ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഞാൻ 3 തവണ ചൈന വിസിറ്റ് ചെയ്ത ആൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ലേ. ഇനി നിങ്ങൾ ടൈം കിട്ടും ഒരുമിച്ച് ചൈന വിസിറ്റ് ചെയ്യാം. എനിക്ക് റോൾ ചെയ്യാൻ അറിയില്ല കേട്ടാ, അവര് പഠിപ്പിച്ചു തരട്ടെ. വെറുതെ തലയിരിക്കുമ്പോൾ വാലാടണ്ടല്ലോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാൻകേക്ക് അല്ല. Yeah, their pancakes are different. 10 രൂപ ഇരിക്കും. Yes. ഇതിന്റെ ഫ്ലേവർ ശരിക്കും ഉപ്പ് ഇല്ലല്ലോ, ഇവരധികം ഒന്നും ആഡ് ചെയ്യില്ല. യു ഹാവ് ടു ആഡ് വിത്ത് ദ സോസസ്. സ്വീറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, ഉപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ ഓൾ ദോസ് കോണ്ടിമെന്റ്സ് അവർ ആഡ് ചെയ്യില്ല, അത് നമ്മളെ ഇഷ്ടത്തിന് ആഡ് ചെയ്യണം. യെസ്. You can take the meat, Okay. 3 to 4 pieces of meat, no problem. Okay. And cucumber. And leeks. Chinese onion leaf. Chinese. What is that sauce? Duck sauce. It's duck sauce. Special one. Sebastian. We cooking with stuff. Really a little more tight, like a shawarma, like this. You want a spicy sauce? No, this is fine. Yeah, we would like to have spicy sauce too. Yeah. Yes. ശരിക്കും അടിപൊളിയാണ്. പറ്റിക്കാണോ? ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നു. ഗ്രേറ്റ്. ഞാൻ കണ്ണാടി മാറ്റാണ്. ഞാൻ പുള്ളിയെടുത്ത് കുറച്ചെങ്കിലും പിടിച്ചേക്കണമെങ്കിൽ ലുക്ക് മാത്രം പോരാ, നമ്മുടെ ഷെയ്ഡ്സും കൊണ്ട് നടക്കണം. ഇദ്ദേഹത്തിന്റെ ഒപ്പം നടക്കണം. അപ്പൊ ഞാൻ എന്റെ അടുത്ത ഷെയ്ഡ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ലുക്ക് മാത്രം പോരാ, എന്താ പറയാ, അതൊന്നും കൂടെ പറഞ്ഞ് ഷെയ്ഡ്സ് കൊണ്ട് നടക്കണം. അപ്പം ആൾക്കാർ ഇപ്പൊ അതിന് മറുപടി പറയും അഹങ്കാരികൾ. അപ്പൊ നമ്മുടെ നമ്മുടെ അദ്ദേഹം നമുക്ക് കാണിച്ചെന്ന പോലെ തന്നെ നമ്മളിതാ ഇവരുടെ പാൻ കേക്ക് രീതി ഇതാണ്. അത് ഒരു റൊട്ടി പോലെയാണത്. നമ്മുടെ നൈസ് പത്തിരി. എക്സാക്ട് നൈസ് പത്തിരി. ഇനി ഇതൊക്കെ 2-3 പീസ് അങ്ങ് ഇടുക. നല്ല ഇത് കൊഴുപ്പ് കണ്ടില്ലേ? എനിക്ക് ഷവർമ ഉണ്ടാക്കി നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. അത് ശീലം പിന്നെ ഷവർമ ഉണ്ടാക്കി നല്ല ശീലമുണ്ട്. കുറച്ച് സ്പൈസി സോസും കൂടി എടുത്തോളാം. ഷെസ്വാൻ ദെയർ സോസസ് ആർ വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറയട്ടെ, ചൈനീസ് ഫുഡ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. നെവർ ലവ്. എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് ആൻഡ് ഇൻഡോ ചൈനീസ്. ഇവിടെ ദിങ് താങ് ഫുഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ പണ്ട് കഴിക്കാറ്. പക്ഷെ ഞാൻ ചൈനയിൽ പോയപ്പോഴാണ് എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ് മാറിയത്. ചൈനീസ് ഫുഡ്, ദി സോസസ് വിത്ത് ഓൾ ദ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ദേ മേക്ക്. സോ നമുക്കിത് ഷെയർ ചെയ്യാം. ഇത് എൻ്റെ സ്പെഷ്യൽ മിക്സ് ആണ്. സോ ലെറ്റ്സ് ബിസ്മില്ലാ.
ഓ ദാറ്റ്സ് ഗുഡ്. ഇത് ഇവിടെ വന്ന് നമ്മുടെ വീഡിയോ കൊണ്ട് കഴിക്കുന്നവരെന്തായാലും നമ്മളെ ഓർക്കും. 100%. ഉറപ്പാ. ഈ 2 സോസ് മിക്സ് ചെയ്യണേ. ഗുഡ് സോസസ്. ഇനി വെറുതെ കാഷ്വലി വന്ന ഡക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഫ്രൈഡ് പ്രോൺസ്. ട്രൈ നോക്ക്. ഈ തലയാക്കി ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും. കൈ ഒന്ന് യൂസ് ചെയ്യാറ്. ഒരു ഭരണി സൂപ്പ് വന്നിരിക്കുകയാണ്. ഒരു ഭരണി സൂസ് ആര് കുടിച്ച് രശ്മിക്ക് മുങ്ങി കുളിക്കുകയാണ്. ഡക്കിന്റെ ക്ലിയർ സൂപ്പ് തന്നെയാണ്. പാവം അവന് കഴിക്കാൻ അവസരം. വെരി ഗുഡ് സ്റ്റോക്ക്. താറാവിന്റെ നല്ല താറാവിന്റെ മണം എന്ന് പറയുന്നത്. മസ്റ്റ് ട്രൈ സ്ക്വയർ സൂപ്പാണ് ഗൈസ്. യെസ്, അടിപൊളി. അത്ര ഇഷ്ടപ്പെട്ടാലും മനസ്സിൽ നമ്മൾ അങ്ങനെ മസ്റ്റ് ട്രൈ സ്ക്വയർ എന്ന് പറയും. ഇപ്പൊ നിങ്ങളായാലും നമ്മൾ മനസ്സിൽ നിന്ന് പറയാം. ഞാൻ മസ്റ്റ് ട്രൈ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഇല്ല. കളിയാക്കിട്ടാൻ തുടങ്ങി മസ്റ്റ് ട്രൈ സ്ക്വയർ. നമ്മളെല്ലാം ഒരു സർക്കാസം രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇത് നമ്മുടെ ഒരു വേടായി മാറി മസ്റ്റ് ട്രൈ സ്ക്വയർ. ഞാൻ എന്തായിരുന്നു ശരിക്കും യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. വാട്ട് ഡു ഐ യൂസ്? ഡെഫിനറ്റ്ലി എന്നൊരു ടേം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി. പിന്നെ സുബിനോളജി എല്ലാവരും ബിസ്മില്ല യൂസ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ബിസ്മില്ല വേറൊരു ടൈപ്പാണ്. ബിസ്മില്ല അതൊരു ഫീലാണ്, അതൊരു ഫീലാണ്, ഒരു ഇമോഷനാണ്. എല്ലാവരും മനസ്സിൽ പറയും. പക്ഷെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ആ ഒരു രീതിയിൽ പറയും. ഒരു ഷെഫ് ഉണ്ട് ഇതുപോലെ, പേര് ഞാൻ മറന്നു. അവനിതുപോലെ എല്ലാ വീഡിയോയിലും ബിസ്മില്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. ഗോൾഡൻ ബാലൻസ്. ഐ തിങ്ക് ഗോൾഡൻ ബാലൻസ്. യെസ്, എക്സാക്ട്ലി. ഗോൾഡൻ അത് ബാലൻസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബിസ്മില്ല ആ ഒരു ഒതന്റിക് രീതിയിൽ പറയുന്നത് സുബിനോളജി. പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ വ്ളോഗേഴ്സ് എല്ലാവരും, എല്ലാ ഫുഡ് വ്ളോഗേഴ്സും ഈ വീഡിയോ ചെയ്യുന്ന കണ്ട് നിങ്ങൾ കൺട്രോൾ ഇല്ലാതെ കഴിക്കരുത്. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ വളരെ കൺട്രോൾഡ് ആണ്. ഇഫ് ഐ ഓർഡർ സംതിങ്, എൻ്റെ കൺട്രോൾ അനുസരിച്ച് ഞാൻ ഒരു പോർഷൻ കാർബ്സ് ഉണ്ട്, ഒരു പോർഷൻ പ്രോട്ടീൻ ഉണ്ട്, ഒരു പോർഷൻ ഫൈബർ ഉണ്ട്. ഇത് കഴിച്ച് ഞാൻ നിർത്തും. എന്നിട്ട് ഞാനത് പാക്ക് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും അത് ഷെയർ ചെയ്യും എൻ്റെ വീട്ടിൽ. അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. ഇഫ് അറ്റ് ഓൾ ഐ കനോട്ട്, എൻ്റെ വീട്ടിൽ വേണ്ടാത്ത സാധനമാണെങ്കിൽ ഞാൻ അവിടുന്ന് ഓൾറെഡി ആ പോർഷൻ പാക്ക് ചെയ്ത് ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് കൊണ്ടുകൊടുക്കും. ഇതാണ് എൻ്റെ ഒരു രീതി. സോ വാട്ട് എവർ യു സീ, ഐ ഡോണ്ട് ഈറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി. വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്ലോഗർ ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഏക വ്യക്തിയാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും കൂടുതൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ്, ഹെൽത്ത് ഇസ് വെൽത്ത്. ഈ ഭക്ഷണം, ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ജീവിതകാലം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് നന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ കഴിക്കുന്നൊക്കെ നിർത്തേണ്ടി വരും. ബെസ്റ്റ് സാൻ സെബാസ്റ്റ്യൻ കിട്ടുന്ന ഇവിടെ സെയ്ദ് ദാൽ ഇസ് വൺ ഐ ലൈക്ക് വെരി മച്ച്. സെയ്ദ് ദാൽ ആൻഡ് കാവേസി ബുനിയാസി. സോ ഇത് 2 സ്പോട്ടാണ് എനിക്ക് ഒരു വികാരമില്ലാതെ അവിടെ കഴിച്ചു ഒന്നും മിണ്ടാതെ കഴിച്ചു. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഹിയർ പെക്കിംഗ് ഡക്ക്? എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടും നമുക്ക് അറിയത്തില്ല. ഈ ടെൻഡർ ടേസ്റ്റ് എല്ലാവർക്കും ഒരിക്കലും ഇല്ല. ഇതിന്റെ ചിലർ ചോദിക്കും, ഇവർ എന്തുവാണ് ഇപ്പൊ പോയി കുരുമുളക്, പച്ചമുളക്, മറ്റേ നിനക്ക് വേറെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലടാ എന്ന് ചോദിക്കും. എടേ ഇവിടെ വേറൊന്നും ഇല്ലേ? ഇതിനേക്കാൾ നല്ല രസത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ. അങ്ങനെയാണ് ഉമ്മമാര് പറയാം. പക്ഷേ അഗൈൻ ലുക്ക്, ഐ ലവ് ടു എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇവൻ റിച്ചു, ഒറിജിനൽ പേര് അതാണ്, ഇത് യാസിർ. സൈനിങ് ഓഫ് ടീം സുബിനോളജി. ബൈ 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 ഗൈസ്.